പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം യെശയ്യാവ് 43:1. യെശയ്യാവ് 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യഹോവ യാക്കോബിനോട് പറയുന്നതാണ് ഈ വചനം. യെശയ്യാവ് 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യഹോവയായ ദൈവം യാക്കോബിനോട്, അതായത് ഇസ്രായേലിനോട് പറയുന്ന വാക്യമാണിത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ദൈവം വീണ്ടെടുത്തിരിക്കുന്ന ജനത്തെ അത്രേ ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും, ഞാനും നിങ്ങളും എല്ലാം യേശു കർത്താവിനാൽ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളാണ്. ആ വ്യക്തി ജീവിതങ്ങളോടാണ് യേശു കർത്താവ് യാക്കോബിനോട് പറയുന്നത് പോലെ പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്ത വചനമാണ് ഈ 43-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാക്കോബിനോട് ദൈവം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നും, നീ എനിക്കുള്ളവനാണെന്നും ഒക്കെ ദൈവം സംസാരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് ദൈവം ഇവിടെ വ്യക്തമായി പറയുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ആ ദൈവമക്കൾ ഒന്നിനെ കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവമക്കളായ നാം യാക്കോബിനോട് പറയുന്നു, ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന്. ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയമുള്ളവരത്രേ, ദൈവം വീണ്ടെടുത്തവരത്രേ, ദൈവം പേർ ചൊല്ലി വിളിച്ചവരത്രേ. ദൈവം നമ്മെ ചേർത്തു പിടിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ. ദൈവമക്കളെയാണ് ഇസ്രായേലർ എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ, ദൈവമക്കൾ എന്നൊക്കെ പറയുന്നത് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളും യാക്കോബിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളും, തന്നെ സ്നേഹിക്കുന്ന, തന്നെ മാനിക്കുന്ന, ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, ഏതു കാര്യത്തിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, മറ്റൊന്നിലും ഏർപ്പെടാതെ എന്തു തന്നെ ആവശ്യങ്ങൾ കടന്നു വന്നാലും നാം ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുന്ന വ്യക്തി ജീവിതങ്ങളോടാണ് ഈ വാഗ്ദത്ത വചനങ്ങൾ പറയുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സർവശക്തനായ ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ ഒരിക്കലും ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഭയം തെല്ലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ആവശ്യമില്ല. ഒരു ശക്തികൾക്കും നമ്മെ അടിച്ചമർത്തുവാനോ ഭയപ്പെടുത്തുവാനോ ഒന്നും സാധിക്കുകയില്ല. നാം വെള്ളത്തിൽ കൂടി കടന്നു പോയാലും ദൈവം നമ്മെ താങ്ങുമെന്നും, തീയിലൂടെ കടന്നു പോയാലും ദൈവം നമ്മെ താങ്ങുമെന്നാണ് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതായത് പ്രശ്നത്തിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോകും. യാക്കോബും പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി.
അവിടെയെല്ലാം യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്ക്, തൻ്റെ മുത്തശ്ശനായ അബ്രഹാം പഠിപ്പിച്ചതുപോലെ അവരുടെ എല്ലാം ആ ഭക്തി, ആ ദൈവഭക്തി യാക്കോബ് മുറുകെ പിടിച്ചിരുന്നു. എന്ത് ആവശ്യം വന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കി സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പൊക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. യാക്കോബ് ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേയും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ ദൈവമക്കൾ എന്ന്, ദൈവം വീണ്ടെടുക്കപ്പെട്ട മക്കൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാവട്ടെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചെവി കൊണ്ട് ശ്രദ്ധ വച്ച് കേട്ടിട്ട്, ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ശ്രദ്ധ വച്ച് കേട്ടിട്ട് ആ ദൈവം നമ്മെ വഴി നടത്തുന്നത് പോലെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഓർത്ത് നാം ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. പക്ഷേ നമ്മെ അതിനൊന്നും തളർത്തുവാൻ സാധിക്കുകയില്ല. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. യാക്കോബിന്റെ ദൈവം നമുക്ക് യാക്കോബിന് കൊടുത്തതായ വാഗ്ദത്തങ്ങൾ അത് യാക്കോബിന്റെ തലമുറകൾക്കും ഉപയോഗപ്പെടുത്തി ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും യാക്കോബിന്റെ തലമുറകൾ അത്രേ. നാം ഓരോരുത്തരും ദൈവത്തെ മാത്രം ഭയപ്പെടണം, മറ്റുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീ പോലെ പ്രശ്നങ്ങൾ കടന്നു വരും, നമുക്ക് നിൽക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കടന്നു വരും, വളരെ 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 പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരും. എന്നാലും നാം അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മെ അതിലൊന്നും തകർക്കുവാൻ ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു മാനുഷിക ശക്തികൾക്കോ സാധിക്കുകയില്ല. ചിലപ്പോൾ ചില തടസ്സങ്ങൾ കടന്നു വരും. യാക്കോബിനും പല പല തടസ്സങ്ങൾ കടന്നു വന്നില്ലേ? ഓരോ അച്ചീവ്മെന്റ്സിനും പല പല തടസ്സങ്ങൾ കടന്നു വന്നു. പക്ഷേ അവിടെയെല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് യാക്കോബ് മുന്നോട്ട് വരികയും ഏത് കാര്യം ചെയ്യുവാനായിട്ടാണോ മുന്നോട്ട് കാൽ വെച്ചത് അത് ആ യാക്കോബ് നേടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം സമൃദ്ധിയായി യാക്കോബിനെ അനുഗ്രഹിച്ചത്, യാക്കോബ് ഏതു കാര്യവും പ്രവർത്തിച്ചത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ്. ആലോചന ചോദിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം കടന്നു വരികയില്ല. ദൈവം പേർ ചൊല്ലി വിളിച്ച വ്യക്തികളാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അവകാശമാക്കിയ വ്യക്തികളാണ് ദൈവമക്കൾ എന്ന് പറയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും. ആ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും വലിയ കൃപയും വലിയ അനുഗ്രഹങ്ങളും വെച്ചിരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെ ലക്ഷ്യമാക്കി, ആ വാഗ്ദത്തങ്ങളെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ഓരോ നിമിഷവും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭയം തെല്ലുമേ കടന്നു വരികയില്ല. എന്ത് പ്രശ്നം വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, എന്ത് തന്നെ കടന്നു വന്നാലും അതൊന്നും ആ പ്രശ്നത്തെ നോക്കി നാം വേദനിക്കാതെ, ആ പ്രതികൂലത്തെ നോക്കി നാം കരയാതെ, ആ പ്രതികൂലത്തെ നോക്കി നാം തളർന്നു പോകാതെ നമ്മെ വിളിച്ചവൻ ആര്? നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനത്രേ. നമുക്ക് ഒരു തകർച്ചയും കടന്നു വരുവാൻ, നമ്മെ ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം നമ്മെ വഴി നടത്തുന്നവനാണ് നമ്മെ വിളിച്ചവനെന്നുള്ള ആ ഉറപ്പും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ദൈവ മക്കളാണോ ഒരിക്കലും ഒരു പ്രശ്നത്തിലും പതറാതെ നിൽക്കണം. ധൈര്യത്തോടെ ബലത്തോടെ ബലവാനായ ധൈര്യവാനായ ക്രിസ്തുവിന്റെ മക്കളായിരിക്കുമ്പോൾ നാം എപ്പോഴും ധൈര്യത്തോടെ പ്രതികൂലങ്ങൾ എന്ത് തന്നെ വന്നാലും അവിടെയെല്ലാം ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാക്കോബിനെ മാനിച്ച ദൈവം നമ്മെയും മാനിക്കും. ആ മാന്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ എപ്പോഴും ദൈവസന്നിധിയിൽ ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ, അല്ല മറിച്ച് അനുഗ്രഹമുള്ള കാര്യങ്ങളാകട്ടെ, ഏതു തന്നെയാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നന്മയായി തോന്നിയാലും ചിലപ്പോൾ അത് ദൈവസന്നിധിയിൽ തിന്മയായിരിക്കും. നമുക്ക് നന്മയെന്ന് തോന്നുന്നതെല്ലാം നന്മയാകണമെന്നില്ല.
നമുക്ക് ചില കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക് ദോഷമെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം അത് നടത്തുവാൻ അനുവദിക്കുകയില്ല. അപ്പോൾ വേദനിക്കാതെ എല്ലാം നന്മയ്ക്കായി മാത്രം എൻ്റെ ദൈവം, എൻ്റെ പിതാവ്, എൻ്റെ യേശുപ്പൻ എനിക്ക് ചെയ്തു തരുമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും നമ്മെ തളർത്തുവാൻ ഇടവരുത്തുകയില്ല. എന്ത് നഷ്ടം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും എല്ലാം നന്മയ്ക്കായി എൻ്റെ ദൈവം എനിക്ക് കണക്കിട്ടിരിക്കുന്നു എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ആ ജീവിതത്തിൻ്റെ ഉറപ്പോടുകൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിക്കുവാനായി സാധിക്കും. ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങളാണ് യെശയ്യാവ് 43:2 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്കുനിന്ന് വരുത്തുകയും പടിഞ്ഞാറുനിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഇത് യാക്കോബിനോട് ദൈവം പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തമത്രേ. ഈ വായിച്ചു കേട്ട ഓരോ വാഗ്ദത്തങ്ങളും അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സകല അനുഗ്രഹങ്ങളും നമ്മുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവരുമെന്നാണ് ദൈവം വ്യക്തമായി ഇവിടെ പറയുന്നത്. ചിലപ്പോൾ തീയുടെ കടന്നു പോകേണ്ടി വരും, പക്ഷേ അത് നമ്മെ നശിപ്പിക്കത്തില്ല. ആ തീയുടെ ശക്തി കൊണ്ട് നാം വെന്തു പോകത്തില്ല. ദൈവമക്കൾക്ക് ശോധനകളുണ്ട്, ശോധനകളില്ല എന്നല്ല. ദൈവത്തെ അറിഞ്ഞ മക്കൾക്ക് എപ്പോഴും സന്തോഷവും ആനന്ദവുമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാലും പിശാച് പല രീതിയിലും നമ്മെ ആ സന്തോഷത്തെ കെടുത്തുവാൻ നോക്കും. പക്ഷേ അതൊന്നും കണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. വെള്ളത്തിൽ മുക്കിക്കളയുന്ന രീതിയിൽ, വെള്ളത്തിൽ അകപ്പെട്ട് മുക്കിക്കളയുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ കടന്നു വരും. ഇനി നാം അതിൽ നിന്ന് പൊങ്ങി വരത്തില്ല, ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ, നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നമ്മെ തകർക്കുന്ന രീതിയിൽ, നമ്മുടെ മനസ്സ് ഡെസ്പായി പോകുന്ന രീതിയിൽ, വേണമെങ്കിൽ ആ മനസ്സ് ഡെസ്പായി ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ നാം ദൈവമക്കളാണ്, ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തി ജീവിതങ്ങളാണ്, നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ് എന്നുള്ള ആ ബോധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും ആ വെള്ളത്തിനോ ആ പ്രശ്നങ്ങൾക്കോ നമ്മെ മുക്കിക്കളയുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് ദൈവം വ്യക്തമാക്കുന്നത്. ദൈവമക്കൾ, ദൈവം സ്നേഹിക്കുന്ന മക്കൾ, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ, ദൈവത്തോട് മാത്രം ആശ്രയം വയ്ക്കുന്ന മക്കൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവവുമായി മാത്രം
പങ്കിട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ദൈവം വച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമ്മുടെ ദോഷങ്ങളെ ദൈവം മറ്റുള്ളവരിലേക്ക് മാറ്റുമെന്നും ഒക്കെയാണ് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിച്ചത്. ദൈവ മക്കൾ എന്ന് ദൈവം വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തി, ദൈവം വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തി, ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ ദൈവം എപ്പോഴും സംരക്ഷിക്കും. ദൈവത്തിൻ്റെ ആ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളാണോ, നാം എപ്പോഴും മാതൃകയുള്ളവരായി ജീവിക്കണം. നാം ഒരിക്കലും ഒരു വ്യക്തിയെയോ ഒരു ഫാമിലിയോ നോക്കി റോൾ മോഡലാക്കി നാം ഒരിക്കലും എടുക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും അവർ ചിലപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അവർ ചിലപ്പോൾ അഡ്ജസ്റ്റായി അവരുടെ ഫാമിലി ലൈഫ് പോകുന്നുണ്ടായിരിക്കാം. അവർ പല രീതിയിലുമായിരിക്കും. ഭർത്താവ് ഭാര്യയോട് ഇടപെടുന്നത്, ഭാര്യ ഭർത്താവിനോട് ഇടപെടുന്നത്. പക്ഷെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരിക്കും. അതേ സ്വഭാവം അയാളെ റോൾ മോഡലാക്കി എടുത്തിട്ട് അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, അയാൾ തൻ്റെ തുണയോട് കാണിക്കുന്ന പ്രവൃത്തികൾ തൻ്റെ തുണയോടും കാണിക്കുകയാണെങ്കിൽ അവിടെ തെറ്റിപ്പോകും. കാരണം ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത തുണ, ആ വ്യക്തിയുടെ സ്വഭാവത്തെ ദൈവം മനസ്സിലാക്കിയിട്ടാണ് കൊടുത്തത്. ആ തുണ എല്ലാം സഹിച്ചും പുറത്തും അഡ്ജസ്റ്റ് ചെയ്തു പോകും. പക്ഷേ ആ വ്യക്തിയെ റോൾ മോഡൽ ആക്കിയിട്ട് ആ വ്യക്തി കാണിക്കുന്നതും ആ വ്യക്തി സംസാരിക്കുന്നതും ആ വ്യക്തി പ്രവർത്തിക്കുന്നതും ഒക്കെ തൻ്റെ ജീവിതത്തിലേക്ക് എടുക്കുന്നത് എപ്പോഴും ദോഷത്തിലേക്ക് കടന്നു വരും. മറിച്ച് നാം ദൈവത്തെ, ക്രിസ്തുവിനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലായി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ക്രിസ്തു നയിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം നയിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റോൾ മോഡൽ ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിനെ റോൾ മോഡലാക്കി എടുക്കണം. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡൽ എപ്പോഴും. യാക്കോബ് യഹോവയായ ദൈവത്തെ മുറുകെ പിടിച്ചതുപോലെ നാം ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ക്രിസ്തു നമ്മോട് പറഞ്ഞതായ ഓരോ വാക്കുകൾ, ക്രിസ്തു വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാബല്യത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയാകും. ക്രിസ്തുവായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെയായാലും ക്രിസ്തുവിനോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. ഒരു സെക്കൻഡെങ്കിലും ദൈവസന്നിധിയിൽ ആ വിഷയത്തെ കൊടുത്തിട്ട് നാം ദൈവശബ്ദത്തെ പ്രാപിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതു കാര്യത്തിനും ദൈവസന്നിധിയിൽ ചോദിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നാമും അത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് മാത്രം, മറ്റുള്ള വ്യക്തികളോടല്ല നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് നാം അത് ചെയ്താൽ കൊള്ളാമോ, ഇങ്ങനെ ചെയ്യട്ടോ എന്നൊക്കെ അനുവാദം ചോദിക്കുന്നത്. അവർ ചിലപ്പോൾ അവരുടെ ഹിതമനുസരിച്ച് അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കും നമ്മോട് സംസാരിക്കുന്നത്. മറിച്ച് നാം ദൈവത്തോട് ഏത് കാര്യവുമാകട്ടെ, ഏത് കാര്യത്തിന് നാം ഇറങ്ങുന്നതിന് മുമ്പായി, നാം ചെയ്യുവാൻ പോകുന്നതിന് മുമ്പായി നാം ദൈവത്തോട്, യേശുവിനോട് നാം ഒന്ന് കണ്ണടച്ച്, ദൈവമേ, ഞാൻ ഇപ്രകാരം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് അത് ഞാൻ എപ്രകാരം ചെയ്യണമെന്ന്
അങ്ങ് എന്നോട് സംസാരിക്കണമേ എന്ന് നാം ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവമാണ് നമ്മുടെ ഉത്തമ വഴികാട്ടി. ദൈവം അത് വഴി കാട്ടിത്തരും നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനേകം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഏത് കാര്യവും ദൈവസന്നിധിയിൽ, ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ ദൈവമേ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ദൈവമേ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ അത് സക്സസ് ആവും, എങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ സക്സസ് ആവും എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഏത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. മറിച്ച് ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കാതെ ഞാൻ ഇറങ്ങി തിരിച്ചതായ ഓരോ കാര്യങ്ങളിലും ഞാൻ അത് വേദനകളാൽ നിറഞ്ഞിട്ടേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ ഹിതം ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ ഇറങ്ങിയ കാര്യങ്ങളിലെല്ലാം അത് എനിക്ക് ദോഷമായി എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറിച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ എങ്ങനെ ചെയ്യട്ടെ, ദൈവമേ ഞാൻ ഈ ചെയ്യുന്നത്, ദൈവം പറയുവാണ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, നീ പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത്, ദൈവം നീ നീ പൊയ്ക്കോ, നീ ഇന്നത് ചെയ്, ഇങ്ങനെ ചെയ്, അത് ഇപ്രകാരം ചെയ്താൽ നന്നായിരിക്കും എന്ന് നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു തരുന്നത് പോലെ, ദൈവം നമ്മോട് സംസാരിച്ചത് നാം കേട്ടതുപോലെ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് സക്സസ് ആവുന്നത് കാണുവാൻ സാധിക്കും. അത് ഒത്തിരിയും അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും ദൈവത്തോട് മാത്രം ചോദിക്കുവാൻ തുടങ്ങിയതിന് ശേഷം, ദൈവത്തോട് മാത്രം ഷെയർ ചെയ്ത്, ദൈവത്തോട് മാത്രം ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഞാൻ സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം എന്നെ ആ വിഷയങ്ങളുടെ മേൽ അനുഗ്രഹിക്കുന്നതായി, ദൈവം പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ദൈവം അത് അനുഗ്രഹിച്ചു നൽകുന്നതായി എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി. എന്നാൽ മറിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരോടെല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ച് ഓരോന്ന് വന്നപ്പോൾ എനിക്കതെല്ലാം ദോഷമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മനുഷ്യരോട് എൻ്റെ ഒരു കാര്യങ്ങളും, എൻ്റെ ഒരു ഇഷ്ടങ്ങളോ എൻ്റെ ആവശ്യങ്ങളോ എൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഇപ്പോൾ ആരോടും ഷെയർ ചെയ്യാറില്ല. മറിച്ച് എൻ്റെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൈവത്തോട് സംസാരിക്കും. കർത്താവേ, യേശപ്പ, അപ്പച്ച, നീ എൻ്റെ ഈ വിഷയത്തിന്മേൽ പരിഹാരത്തെ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ എപ്രകാരം ഇത് ചെയ്യണം എന്ന്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം. ദൈവം കൺട്രോൾ ചെയ്യും, നമ്മെ ദൈവം തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. നാം എല്ലാ കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കൺട്രോൾ ചെയ്യും. ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ, ദൈവം എന്തു നമ്മോട് ചെയ്യാൻ പറയുന്നു അതുപോലെ നാം ചെയ്യുമ്പോൾ നാം ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതുപോലെയാണ് യാക്കോബ് ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ആട്ടിൻകൂട്ടത്തെ പെരുപ്പിക്കുവാൻ. എൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, പുള്ളിയും പോരും വരയും ഉള്ളതൊക്കെ നിനക്ക്. അന്ന് ആ അമ്മായിയപ്പൻ അങ്ങനെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുള്ളിയും പോരും ഇല്ലാത്ത കുട്ടികളായിരുന്നു, ആട്ടുകുട്ടികളായിരുന്നു, ആടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മുഴുത്ത ഒരു വരയോ കുറിയോ ഒന്നുമില്ലാത്ത ആടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ആട്ടിൻകൂട്ടത്തില് വള്ളിയും പുള്ളിയും ഉള്ളതും ഇനി പ്രസവിക്കുന്ന വള്ളിയും പുള്ളിയും ഉള്ളതൊക്കെ നിനക്ക് എന്ന് യാക്കോബിനോട് ലാബാൻ, അതായത് തൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലാണ്, ദൈവമേ, ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ നന്മ, എനിക്ക് വള്ളിയും കുറിയും പോരും പൊട്ടും ഒക്കെ ഉള്ളതാണ് എൻ്റെ അമ്മായിയപ്പൻ എന്നോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കുറവാണ്, എനിക്കപ്പോൾ സമ്പത്തില്ലാതെ ആയിപ്പോകും. നീ എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്നല്ലേ എന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ജനിക്കുന്ന ആടുകളെല്ലാം, ആട്ടിൻകുട്ടികളെല്ലാം വരയും കുറിയും ഉള്ളതായി വരണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയയാണ്, നീ ആടുകൾ ഇണ ചേരുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുവാനായിട്ട്
കടന്നു വരുമ്പോൾ ആ വെള്ളം കുടിക്കാൻ വരുന്ന ആ തടാകത്തിൻ്റെ അടുത്തുള്ള മരങ്ങളിൽ കമ്പുകൾ കെട്ടി പല ആകൃതിയിൽ വരയും കുറിയും ഉള്ള രീതിയിൽ കെട്ടിത്തൂക്കുവാനായിട്ട് യാക്കോബിന് പറഞ്ഞു കൊടുത്തത്. ദൈവം യാക്കോബിനോട് പറഞ്ഞതായ കാര്യം യാക്കോബ് അവിടെ ചെയ്യുവാനിടയായി. അങ്ങനെ ചെയ്തപ്പോഴാണ് ആ ആടുകൾ വന്ന് വെള്ളം കുടിച്ചിട്ട് നോക്കുമ്പോൾ, തലപൊക്കി നോക്കുമ്പോൾ അവർ കാണുന്നതെല്ലാം വരയും കുറിയുമുള്ള കുറേ കമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടിട്ട് അവർ ഇണചേരുകയും അങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങളെല്ലാം, പിന്നെ അങ്ങനെ നോക്കിയിട്ട് ഉണ്ടായ സകല ആട്ടുകുട്ടികളും വരയും കുറിയും പുള്ളിയും പോരും ഉള്ളതായി മാറി. അങ്ങനെ പ്രസവിക്കുന്ന ആട്ടുകുട്ടികൾ ഏകദേശവും, അതായത് മുക്കാലോളവും മെജോറിറ്റിയും അങ്ങനെയുള്ളതായി. അപ്പോൾ ലാബാന് തന്നെ അതിശയമായി, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ യാക്കോബിനോട് പറഞ്ഞു വരയും കുറിയുമുള്ളതൊക്കെ നിനക്ക് പറഞ്ഞ സമയത്ത് വരയും കുറിയുള്ളത് ചുരുക്കമായിരുന്നു, അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ലാബാന് തന്നെ അതിശയപ്പെടുന്ന രീതിയിൽ ദൈവം യാക്കോബിനെ മാനിക്കുവാനിടയായി. യാക്കോബ് എല്ലാ കാര്യത്തിനും ദൈവസന്നിധിയിലാണ് മുഴങ്കാൽ മടക്കി ദൈവത്തോടാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. യാക്കോബിനോട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ് യാക്കോബ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം അവിടെ യാക്കോബിനെ ഉയർത്തിയതായി കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാമും നമ്മുടെ ജീവിതത്തിൽ യാക്കോബ് ദൈവത്തോട് ചോദിച്ചിട്ട് ഓരോ നന്മകളും പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നാമും ദൈവത്തോട് ചോദിച്ചിട്ട് ഏത് കാര്യവുമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് കാര്യവുമാകട്ടെ, ചെറുതാണെന്ന് വെച്ച് ദൈവത്തോട് ചോദിക്കാതിരുന്നാൽ അതും ചിലപ്പോൾ നമുക്ക് ദോഷമായി തീരും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ചെറുതായാലും വലുതായാലും ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് ചോദിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക. ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ നാം ചെയ്യുക, അതിനായി നാം സ്റ്റെപ്പ് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും യാക്കോബിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ, യാക്കോബിന് കൊടുത്തതായ ആ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾ എന്ന് പേരുകേട്ട നാം ഓരോരുത്തർക്കും ദൈവം നൽകുകയും യാക്കോബിനെ മാനിച്ചതുപോലെ, യാക്കോബിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചതുപോലെ, ഒരു വലിയ കൂട്ടത്തിന്റെ നേതാവാക്കി മാറ്റിയതുപോലെ ദൈവം നമ്മയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുക. എന്തു കാര്യമായാലും ദൈവത്തോട് ഷെയർ ചെയ്യുക. ഇന്ന് വിശ്വസ്തരായ കൂട്ടുകാരെ കിട്ടുവാൻ വളരെ പാടാണ്. പണ്ട് എല്ലാവരും കൂട്ടുകാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇന്ന് കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, കൂട്ടുകാരുമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എല്ലാം ദോഷത്തിനെ കാരണമായി തീരും. നാം നമ്മുടെ ഉറ്റ കൂട്ടുകാർ എന്ന് ചിന്തിക്കുന്ന പലരും നമ്മെ ചതിക്കുന്ന, നമ്മുടെ ദോഷം കാണുവാൻ അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന, നമ്മുടെ തകർച്ച കാണുവാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. മറിച്ച് നല്ലൊരു സ്നേഹിതനായി, നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു ഫ്രണ്ടായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിനെ നമ്മുടെ ഉറ്റ കൂട്ടുകാരനായി, ഉറ്റ സ്നേഹിതനായി, ഉറ്റ ഫ്രണ്ടായി നാം കാണുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരും, നമുക്ക് നന്മയായി തീരും. ദൈവം ഒരിക്കലും ദോഷത്തിനായി നമ്മെ കടത്തിവിടത്തില്ല. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന, എല്ലാത്തിനും ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തി ജീവിതത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആ വ്യക്തി ജീവിതങ്ങൾക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് യാക്കോബിന് കൊടുത്തതായ ഈ വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങൾ നാം ഓരോരുത്തരും ദൈവ മക്കൾ എന്ന് നാം
അഭിമാനിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും നാം പ്രാപിച്ചത് എടുക്കുക തന്നെ വേണം. ദൈവത്തെ മാത്രം റോൾ മോഡലായി കാണുക, ദൈവത്തോട് മാത്രം നാം ചോദിക്കുക, ദൈവത്തോട് മാത്രം നിലവിളിക്കുക, ദൈവത്തോട് ചോദിക്കുക. ഏത് കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് തന്നെ ആവട്ടെ, ദൈവത്തോട് മാത്രം ചോദിക്കുക. നിങ്ങൾ ഇന്നു മുതൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത്, ഈ വ്യക്തി എങ്ങനെ ഇത്രയും മാറി, ഈ വ്യക്തിക്ക് ഇങ്ങനെ എല്ലാം ചെയ്യുവാൻ എങ്ങനെ സാധിച്ചു എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിൽ, അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനും മാനിക്കുവാനും എല്ലാവരുടെയും മുമ്പേ അതിശയമാക്കി മാറ്റുവാനും ഒക്കെ ഇടയാക്കും. യാക്കോബിനെ അതിശയമാക്കി മാറ്റി. ലാബാന്റെ ഇടയന്മാരുടെ മുമ്പേ യാക്കോബിനെ അതിശയമാക്കി മാറ്റി. ഓരോ കാര്യങ്ങളും യാക്കോബ് ചെയ്യുമ്പോൾ അത് ലാബാന് അത്ഭുതമായി മാറിയിട്ടുണ്ട്. ലാബാന്റെ ആട്ടിടയന്മാർക്ക്, ലാബാന്റെ അവിടെയുള്ള വേലക്കാർക്ക് എല്ലാം അത്ഭുതമായി മാറിയിട്ടുണ്ട്. എന്തിനു വേണം, ലേയ്ക്കും റേച്ചലിനും, അതായത് യാക്കോബിന്റെ ഭാര്യമാർക്ക് തന്നെ അത്ഭുതമായി മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മെ ദൈവം അത്ഭുതമാക്കി മാറ്റുവാനിടയാകും. നാം ദൈവത്തോട് മാത്രം ചോദിക്കുക, ദൈവത്തോട് മാത്രം എല്ലാ കാര്യവും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, ദൈവസന്നിധിയിൽ അല്പനേരം നാം സ്പെൻഡ് ചെയ്ത് ദൈവത്തോട് ഏത് വിഷയത്തിനും നാം ദൈവത്തോട് മാത്രം ചോദിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നതും, ഒരു വ്യക്തിയോട് തന്നെ നാം ഇടപെടാൻ പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇടയാകും. ഈ വ്യക്തി നമുക്ക് അനുഗ്രഹമാണോ ദോഷമാണോ എന്ന് അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം ദൈവത്തോട് നാം ഏത് കാര്യമാകട്ടെ, നാം ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനായിട്ട് വാ തുറക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുവാനിടയാവും. അതിനായി നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ, അങ്ങ് എൻ്റെ നാവിനെ നിയന്ത്രിക്കണം. ദൈവമേ, അങ്ങ് എന്നെ നിയന്ത്രിക്കണം, അങ്ങ് എൻ്റെ നാവിനെ നിയന്ത്രിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ മൊത്തമായി നിയന്ത്രിക്കുവാനായി നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങും. പൈശാചിക ശക്തികളായിരിക്കില്ല, മാനുഷിക ശക്തികളായിരിക്കില്ല പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ദൈവമായിരിക്കും. ദൈവം നമ്മെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളിൽ എന്താണോ ആഗ്രഹിച്ചത് അതിൻ പ്രകാരം ദൈവം നമ്മെ കൊണ്ടുവരുന്നതായി, ആ രീതിയിൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ, നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നതായി, നമുക്ക് തന്നെ അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മെ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിക്കണം. ദൈവത്തിൻ്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ. അങ്ങ് എന്നെ കൺട്രോൾ ചെയ്യണം. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് എന്നെ നിയന്ത്രിക്കണം. എൻ്റെ നാവിനെ അങ്ങ് നിയന്ത്രിക്കണം. എന്തു സംസാരിക്കണം, എന്തു സംസാരിക്കണ്ട എന്ന് അങ്ങ് തന്നെ എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യണം. ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ പാടില്ലെങ്കിൽ ദൈവമേ, അങ്ങ് തന്നെ എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യണം. എൻ്റെ നാവ് ചലിക്കാതെ വേണം പിടിച്ചു നിർത്തണമെന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായും അത് ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഞാൻ അത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയോട് വാ തുറക്കുമ്പോൾ തന്നെ ദൈവം എന്നെ ആ നാവിനെ വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പലർക്കും ഞാൻ ചെയ്യുന്നതൊന്നും ആർക്കും മനസ്സിലാവാറില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത് എല്ലാം ദൈവത്തോട് ചോദിക്കും. ഞാൻ ദൈവത്തോടാണ് ഇപ്പോൾ എൻ്റെ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് പോലെ, ഒരു അപ്പനോട്, ഒരു സഹോദരനോട് ഒക്കെ ഷെയർ ചെയ്യുന്നത് പോലെ ഞാൻ ദൈവത്തോട് ചുമ്മാ സംസാരിക്കും മനസ്സിൽ. ദൈവമേ, ഞാൻ ഇങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇന്നത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങ് എന്നോട് സംസാരിക്കണം, അങ്ങ് ഇടപെടണം, അങ്ങ് പറഞ്ഞു തരണം, അങ്ങ് വഴി തുറന്നു തരണം ഒക്കെ ഞാൻ പറയും. ദൈവം അതിൻ പ്രകാരം ദൈവം എന്നോട് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുകയും ഞാൻ അതിൻ പ്രകാരം ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലതും അച്ചീവ് ചെയ്യുവാൻ ഇപ്പോൾ സാധിച്ചു കൊണ്ടിരിക്കുന്നു.
അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നതാണ് ഞാൻ മറ്റുള്ളവരോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്ത് പ്രാപിക്കുന്നോ അത് മറ്റുള്ളവരും പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ വളരെ വേദനിച്ചു കൊണ്ടിരുന്ന നാളുകൾ എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളിലും ആ വിഷയങ്ങളെ ഓർത്ത് എപ്പോഴും ദുഃഖിച്ചും പ്രയാസപ്പെട്ടും വേദനിച്ചും മറ്റുള്ളവരടുത്ത് അത് പുലമ്പി എല്ലാവരടുത്തും പറയുമായിരുന്നു. എല്ലാ വ്യക്തികളെയും വിശ്വസിച്ചിട്ട് എല്ലാവരും എനിക്ക് നല്ലതാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എല്ലാവരോടും എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പുലമ്പി പറയുമായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് ദോഷമായി തീർന്നു. അതെല്ലാം എനിക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നു. എനിക്ക് പലവിധ നഷ്ടങ്ങൾ അതിലൂടെ കടന്നു വന്നു. എൻ്റെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ന് എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് വളരെ ജോയ്ഫുൾ ആയിട്ട് ഇരിക്കുവാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ. ഇപ്പോൾ എന്തൊക്കെ കാര്യം, ഒരു ചെറിയ പ്രശ്നം അറിഞ്ഞാൽ പോലും, എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ പോലും അത് എൻ്റെ ഉള്ളു കീറത്തില്ല. എന്നെ ഹൃദയം കീറുന്ന രീതിയിൽ അത് വേദനിപ്പിക്കത്തില്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്കായി വച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കടന്നു വരുമ്പോഴും അപ്പോഴും ഞാൻ പറയും, എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ദൈവം എനിക്ക് ദോഷത്തിനായി ഒന്നും വരുത്തുകയില്ല. ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം എന്നെ വഴി നടത്തും. ദൈവം ഒരിക്കലും ദൈവമക്കളെ തകരുവാൻ, നശിക്കുവാൻ, ആരുടെയും മുമ്പിൽ നിന്നാപാത്രമാകുവാൻ ഏൽപ്പിക്കുകയില്ല. ദൈവം വഴി നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിന്റെ മകളെ ദൈവം വഴി നടത്തും. ദൈവം എല്ലാം നമുക്ക് നന്മയ്ക്കായി മാത്രം തീർക്കും. ദൈവ മക്കൾക്ക് ഒരു ദോഷവും വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇപ്പോൾ ഒരു നഷ്ടം വന്നുവെങ്കിൽ അത് ദൈവഹിതം, ദൈവം എന്തോ വലിയത് എനിക്ക് വച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ, അത് എൻ്റെ ഹൃദയത്തിൽ ആക്കുവാനും അപ്പോൾ നഷ്ടത്തെ ഓർത്ത് വേദനിക്കുവാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ആരെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പോൾ അത് ചിരിച്ചുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതെല്ലാം ദൈവം എന്നെ ആ രീതിയിൽ പഠിപ്പിച്ച് ഇപ്പോൾ കൊണ്ടുവരുന്നതാണ്. ഞാൻ മനുഷ്യൻ്റെ നല്ല ഇപ്പോൾ ഒന്നും പഠിക്കുന്നത്, ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ, ദൈവം എന്നോട് പറയുന്നത് ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആര് എന്ത് എനിക്കെതിരായി ചെയ്താലും, ആരെനിക്കെതിരായി എന്ത് സംസാരിച്ചാലും, ആരെനിക്കെതിരായി എന്ത് പ്രവർത്തിച്ചാലും എനിക്ക് അതൊന്നും എന്നെ തകർക്കത്തുമില്ല, എന്നെ വേദനിപ്പിക്കുവാനും ഇടവരുന്നില്ല. എൻ്റെ ഹൃദയം എപ്പോഴും ഇപ്പോൾ ക്രിസ്തുവിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവം എന്നെ നടത്തുന്നുണ്ട്. ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ദൈവം എന്നോട് ചെയ്യുവാൻ, ഇങ്ങനെ നീ ചെയ്യ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ പെർമിഷൻ ഇപ്പോൾ ചോദിക്കാറില്ല. എന്നോട് ദൈവം പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുവാൻ ഇറങ്ങും. ആ ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ ആ കാര്യം ദൈവം എനിക്ക് സക്സസ് ആക്കി തരുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ദൈവം യാക്കോബിന് കൊടുത്തതായ ആ വാഗ്ദത്തം ഞാനും പ്രാപിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിഷ്ഠയോടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. യാക്കോബിന്മേലുള്ള അനുഗ്രഹം ദൈവമക്കളായ ഓരോ മക്കൾക്കും ഉള്ളതാണ്. ദൈവമക്കളായ ഓരോ വ്യക്തി ജീവിതങ്ങളാണ് ഇന്നത്തെ യാക്കോബ്, ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിന് യാക്കോബിന് കൊടുത്തതായ ഓരോ വാഗ്ദത്തങ്ങളും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പ്രാപിച്ചെടുക്കേണ്ടുന്ന കാര്യമാണ്. അത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് കൂടുതൽ നാം സ്പെൻഡ് ചെയ്യുക. എന്ത് കാര്യവും ദൈവവുമായി ഷെയർ ചെയ്യുക, ദൈവത്തോട് സംസാരിക്കുക. അത് ഉറച്ച് സംസാരിക്കാനല്ല, മറ്റുള്ളവർ കേൾക്കെ സംസാരിക്കാനല്ല, മനസ്സും ദൈവവുമായി നാം സംസാരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ നാം ദൈവവുമായി സംസാരിക്കണം. ഏത് കാര്യവും അപ്പാ ഞാനിത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങെന്നോട് ഇടപെടണം, ഇടപെടണം, ഞാൻ എങ്ങനെ അത് ചെയ്യട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മോട് സംസാരിക്കുവാൻ ഇടയാകും. അതുപോലെ നാം ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ സക്സസ് ആയി തീരുവാൻ ഇടയാകും. ദൈവം നിങ്ങളെ ഏവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ, ഒരുക്കട്ടെ. ദൈവത്തോട് മാത്രം മുറുകെ പിടിച്ച്, ദൈവത്തെ മാത്രം കൂട്ടുപിടിച്ച്, ദൈവത്തോട് സംസാരിച്ച്, ദൈവത്തോട് ഷെയർ ചെയ്ത്, ദൈവത്തോട് എല്ലാ വേദനയും സന്തോഷവും നമ്മുടെ ആവശ്യങ്ങളെല്ലാം
ദൈവത്തോട് മാത്രം പറയുമ്പോൾ ദൈവം നമുക്ക് എല്ലാം നൽകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതിനായി നിങ്ങളെ ദൈവം ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവം ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, വലിയ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ.